ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മുടെ സ്പാനിങ് സെറ്റ് ഡിസ്കഷൻ നമ്മൾ ഈ വീഡിയോയിലും കണ്ടിന്യൂ ചെയ്യാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്പാനിങ് സെറ്റ് ഡെഫിനേഷൻ പറഞ്ഞത് രണ്ട് ഡെഫിനേഷനാണുള്ളത്. വെക്റ്റർ സ്പേസ് വി, എസ് ഈസ് എ സബ്സെറ്റ് ഓഫ് വി. ദെൻ സ്പാൻ ഓഫ് എസ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് എസ്. Definition number 1. And the second definition is span of S is the smallest subspace containing S. നമുക്ക് ഈ ഡെഫിനേഷൻ വെച്ചുകൊണ്ട് ഈ വീഡിയോയിലെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഒരു എക്സാമ്പിൾ V is equal to R2. R2 വെക്റ്റർ സ്പേസ് കൺസിഡർ ചെയ്യാം. ഞാൻ ഈ വെക്റ്റർ സ്പേസിൻ്റെ ഒരു സബ്സെറ്റ് കൺസിഡർ ചെയ്യാണ്. ആ സബ്സെറ്റിൽ ഉള്ള വെക്റ്റർ മെമ്പർ ആര് തന്നെയാണ്? ഒരു മെമ്പർ മാത്രമേ ഉള്ളൂ, 0 മാത്രമേ ഉള്ളൂ. എന്തായിരുന്നു നമ്മുടെ ഡെഫിനിഷൻ? സെറ്റ് ഓഫ് ഓൾ ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് എസ്. അതല്ലേ സ്പാൻ ഓഫ് എസ്. ആ ഡെഫിനിഷൻ വെച്ച് നമുക്ക് നോക്കാം. സോ സ്പാൻ ഓഫ് എസ്, നമ്മൾ സ്പാൻ ഓഫ് എസ് കാണുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് എസ്. എസിലെ എലമെൻ്റ് ഒരാളേ ഉള്ളൂ. ആരാത്? അത് 0 അതിലെ ലീനിയർ കോമ്പിനേഷൻ എടുക്കുമ്പോൾ C1 × V1 ഇതല്ലേ വരിക. ഇത് നോക്കൂ, ഇത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഏത് തന്നെയാണ് കിട്ടുക? നമുക്ക് കിട്ടുക 0 തന്നെയാണ് കിട്ടുക. ശരിയല്ലേ? അപ്പം ഇതിൻ്റെ സ്പാൻ ആര് തന്നെയാണ്? 0 തന്നെയാണ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ ഡെഫിനേഷൻ എന്തായിരുന്നു? സ്പാൻ ഓഫ് എസ് ഈസ് ദ സ്മോളസ്റ്റ് സബ്സ്പേസ് കണ്ടെയ്നിങ് എസ് എന്നാണ്. R2 അല്ലേ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. R2ന് 3 ടൈപ്പ് സബ്സ്പേസസ് അല്ലേ ഉള്ളൂ. ഒന്ന് ഒറിജിൻ, 0 സബ്സ്പേസ്. മറ്റൊന്ന് എന്താണ്? എനി ലൈൻ പാസിംഗ് ത്രൂ ദ ഒറിജിൻ ഈസ് എ സബ്സ്പേസ്. തേർഡ് കേസ് ഏതാണ്? R2 ഇറ്റ്സെൽഫ്. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടിയതാ? ഇവിടെ നമുക്ക് 0 സബ്സ്പേസ്. ഇപ്പോൾ 0 എന്നുള്ള പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള സബ്സ്പേസ് ഏതാണ്? അത് 0 തന്നെയാണ്. 0 തന്നെ സബ്സ്പേസ് ഫോം ചെയ്യുന്നില്ലേ? സോ രണ്ട് ഡെഫിനേഷൻ വെച്ചിട്ടും നമുക്ക് കിട്ടും സ്പാൻ ഓഫ് ദിസ് സെറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് 0. ഓക്കെ അല്ലേ? പിന്നെ നമ്മൾ കണ്ടതാണ്, നിങ്ങൾ മറ്റൊരെണ്ണം സ്പാൻ ഓഫ് എസ് ഇസ് ഈക്വൽ 1, 2 എടുക്കുക. എസ് ഇസ് ഈക്വൽ 1, 2. ഇത് R2വിലെ ഒരു പോയിന്റാണ്. 1, 2 ഏകദേശം ഇവിടെ ഉണ്ടാവുക 1, 2. ക്ലിയർ അല്ലേ? ഇതിൻ്റെ സ്പാൻ കൺസിഡർ ചെയ്യണം. എന്തായിരുന്നു സ്പാന്? സ്മോളസ്റ്റ് സബ്സ്പേസ് കണ്ടെയ്നിങ് എസ് ആണ്. പക്ഷേ നമുക്കറിയാം R2ൻ്റെ സബ്സ്പേസസ് 0 സബ്സ്പേസ് ഒറിജിൻ, എനി ലൈൻ പാസിംഗ് ടു ദ ഒറിജിൻ ഓർ R2 ഇറ്റ്സെൽഫ്. ഇപ്പോൾ ഈ 1, 2നെ കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് സബ്സ്പേസ് കണ്ടെയ്ൻ ചെയ്യണമെങ്കിൽ ഏതായാലും 0 എന്നുള്ള 0 സ്പേസ് ഇതിനെ കണ്ടെയ്ൻ ചെയ്യുന്നില്ലല്ലോ. ഇല്ല. പിന്നെ വരാൻ പോകുന്നത് എനി ലൈൻ പാസിംഗ് ടു ദ ഒറിജിനാണ്. ഒറിജിനിൽ നിന്ന് പാസ് ചെയ്യുന്ന ലൈൻ എടുക്കുക, ഈ ഒരു ലൈൻ എടുക്കുക. കണ്ടോ? ഇതായിരിക്കും അതിൻ്റെ സ്പാൻ വരിക. ഓക്കെ, ഇനി ഇങ്ങനെയായിരുന്നെങ്കിലോ? എസ് ഇസ് ഈക്വൽ ടു 1, 0 എന്നാണെങ്കിലോ? 1, 0 നമുക്ക് കഴിഞ്ഞ വീഡിയോ കണ്ടു തന്നെയാണ്. 1, 0 എന്നുള്ള പോയിന്റ് ഇവിടെ അല്ലേ ഉണ്ടാവുക? ഇതാണ് 1, 0. ആ 1, 0നെ കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് സബ്സ്പേസ് ഏതായിരിക്കും? 0 ഏതായാലും കണ്ടെയ്ൻ ചെയ്യുന്നില്ല. ഏതാണത്? ലൈൻ പാസിംഗ് ത്രൂ 1, 0. ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ ആൻഡ് 1, 0. അത് ഏതാണ്? നമ്മുടെ എക്സ് ആക്സിസ് ആണ്. ക്ലിയർ അല്ലേ? അത് നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടതാണ്. ഇനി ഈ 1, 0നെ കണ്ടെയ്ൻ ചെയ്യുന്ന മറ്റൊരു സബ്സ്പേസ് ആണ് R2 തന്നെ. R2 സബ്സ്പേസ് അല്ലേ? R2ൽ ആരുണ്ട്? 1, 0 ഉണ്ട് അല്ലേ? സോ R2 ഇസ് എ സബ്സ്പേസ് കണ്ടെയ്നിങ് 1, 0. ബട്ട് സ്പാൻ ഓഫ് എസ് എന്താണ്? സ്മോളസ്റ്റ് ആണ് അല്ലേ? സ്മോളസ്റ്റ് ആകുമ്പോൾ ഏതേ വരുള്ളൂ? എക്സ് ആക്സേ വരുള്ളൂ. R2 വലുതാ. ഓക്കെ, ഇനി ഞാൻ ഈ എസ്സിലേക്ക് ഞാൻ ഒരു മെമ്പറെ കൂടെ ചേർത്തി. 1, 0 ഉണ്ട്, 0, 1 ഉണ്ട്. ഇതിനെ പറയുന്ന പേര് യൂണിറ്റ് വെക്റ്റേഴ്സ് ഇൻ R2 എന്നാണ്. R2ലെ യൂണിറ്റ് വെക്റ്റേഴ്സാണ്. ഇതിൻ്റെ സ്പാൻ കണ്ടുപിടിക്കണം. അപ്പോൾ ആരൊക്കെയുണ്ട്? 1, 0 ഉണ്ട്, ഈ ലൈനിലെ 1, 0 ഉണ്ട്, 0, 1 ഉണ്ട്. ഇതിന് രണ്ടിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് സബ്സ്പേസ് കണ്ടുപിടിക്കണം. ലൈൻ പറ്റോ? ഈ രണ്ട് പോയിന്റിലൂടെയും പാസ് ചെയ്യുന്ന ലൈൻ പറ്റോ? ഇല്ല, അത് സബ്സ്പേസ് ആവില്ല. കാരണം സബ്സ്പേസിൽ തീർച്ചയായിട്ടും എന്ത് വേണം? ഒറിജിൻ വേണം. ഈ ലൈൻ കൺസിഡർ ചെയ്യണമെങ്കിൽ അതിൽ ഒറിജിൻ ഇല്ല. ശരിയല്ലേ? പിന്നെ ഏതായിരിക്കും സ്മോളസ്റ്റ് സബ്സ്പേസ് വരിക? അത് R2 തന്നെയാണ് വരിക. ശരിയല്ലേ? സോ ദ സ്മോളസ്റ്റ് സബ്സ്പേസ് കണ്ടെയ്നിങ് ദിസ് സെറ്റ് എസ് ഈസ് R2 ഇറ്റ്സെൽഫ്. ഓക്കെ അല്ലേ?
അപ്പോൾ നോക്കൂ, ഈ സെറ്റിന്റെ സ്പാൻ എടുക്കുന്നത് നമുക്ക് R2 തന്നെ കിട്ടുന്നത്. R2ന്റെ സബ്സെറ്റ് ആണിത്. ആ സബ്സെറ്റിന്റെ സ്പാൻ എടുക്കുന്നത് നമുക്ക് R2 തന്നെ കിട്ടുന്നത്. സോ വി സേ ദാറ്റ് ദിസ് സെറ്റ് സ്പാൻസ് R2. ക്ലിയർ? അതുപോലെ നിങ്ങൾ R3യിലേക്ക് പോവുകയാണെങ്കിൽ S is equal to നിങ്ങൾ 1 0 0 എടുക്കുക, 0 1 0 എടുക്കുക, 0 0 1 എടുക്കുക. ഇതിന്റെ സ്പാൻ എടുക്കുക. അപ്പോൾ ഒന്ന് X ആക്സിലാണ്, ഒന്ന് Y ആക്സിലാണ്, ഒന്ന് Z ആക്സിലാണ്. ഈ 3 പോയിന്റിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് സബ്സ്പേസ് വരിക R3 തന്നെയാണ്. സോ സ്പാൻ ഓഫ് S is equal to R3 itself. Clear? Or we say that this set spans R3. ഈ എലമെന്റ്സിനെ വിളിക്കുന്ന പേര് യൂണിറ്റ് വെക്ടേഴ്സ് ഇൻ R3 എന്നാണ്. എലമെന്ററി യൂണിറ്റ് വെക്ടേഴ്സ് ഇൻ R3 എന്നാണ്. സോ ദിസ് സെറ്റ് സ്പാൻസ് R3. ഒരു എക്സാമ്പിളോട് പറയുന്നു. മൂന്നാമത്തത്, നിങ്ങൾ മറ്റൊരു സെറ്റ് എടുക്കുക. S is equal to ഇത് 1x x സ്ക്വയർ എക്സ് ക്യൂബ് എക്സെട്ര എക്സ് റേസ് ടു n എന്നുള്ള സെറ്റ് എടുക്കുക. ഇതിന്റെ സ്പാൻ കണ്ടുപിടിക്കുക. 1x x സ്ക്വയർ എക്സെട്ര എക്സ് റേസ് ടു n ഡിഫറെൻ്റ് ആയിട്ടുള്ള സെറ്റാണ്. അതിന്റെ സ്പാൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമുക്ക് ഫസ്റ്റ് ഡെഫിനിഷൻ യൂസ് ചെയ്യാം. സെറ്റ് ഓഫ് ഓൾ ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് എലമെന്റ്സ് ഓഫ് S അല്ലേ. അപ്പോൾ ഇതിന്റെ സ്പാൻ എടുക്കുമ്പോൾ സ്പാൻ ഓഫ് S is equal to ഈ എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷനാണ്. അപ്പം അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ലീനിയർ കോമ്പിനേഷൻ C0 into 1 എന്ന് പറഞ്ഞാൽ C0 തന്നെ പ്ലസ് C1x പ്ലസ് C2x സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് Cn എക്സ് റേസ് ടു n അല്ലേ. ഇതെന്താ സാധനം? ഇതൊരു പോളിനോമിയലാണ്. ആ പോളിനോമിയൽ മാക്സിമം ഡിഗ്രി എത്ര വരുന്നത്? n ആണ്. ഇത് എവിടുത്തെ മെമ്പറാ? Pn of x മെമ്പറാ. നമ്മൾ മുമ്പ് കണ്ടതാ Pn of x, the subspace of all polynomials of degree less than or equal to n. So span of this set is equal to Pn of x. ഈ എക്സാമ്പിൾ എല്ലാം ഓർത്തിരിക്കണേ. നമ്മൾ ബേസിസും ഡയമെൻഷനും ഒക്കെ പറയുമ്പോൾ സാധനമൊക്കെ ആവശ്യമുണ്ടാവും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്പാനിങ് സെറ്റിനെ കുറിച്ച് അവസാനമായി പറയാനുള്ളത്. ഒരു ക്വസ്റ്റ്യനോട് നോക്കാം. ചെക്ക് വെദർ ദിസ് സെറ്റ് സ്പാൻ R3. R3യെ സ്പാൻ ചെയ്യേണ്ടതാണ് ക്വസ്റ്റ്യൻ. ഈ സെറ്റ് R3യെ സ്പാൻ ചെയ്യേണ്ടതാണ് ക്വസ്റ്റ്യൻ. രണ്ട് രീതി നോക്കാം. ഈ എസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് സബ്സ്പേസ് R3 ആണോ നോക്കാം. അത് പക്ഷെ നമുക്ക് പ്രയാസം. പകരം നമ്മൾ എന്താ നോക്കുക? R3യിലെ എലമെന്റ്സിനെ ഇവരുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റുമെന്ന് നോക്കിയാൽ മതി. R3യിലെ ഏതൊരു എലമെന്റിനെയും ഇവരുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റുമെന്ന് നോക്കുക. R3 എലമെന്റ് നമ്മൾ എങ്ങനെയാ ചൂസ് ചെയ്യുക? ട്രിപ്ലറ്റ് അല്ലേ ഉണ്ടാവുക. സോ യു ടേക്ക് ട്രിപ്ലറ്റ് ABC. നമ്മൾ ജനറൽ ആയിട്ടുള്ള കേസ് എടുക്കുന്ന ഏത് R3യിലെ ഏത് മെമ്പറേയും ഇപ്പോൾ ABC എന്ന് എടുക്കാം. ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും നോക്കണം. എന്താ അതിന്റെ ലീനിയർ കോമ്പിനേഷൻ? ലീനിയർ കോമ്പിനേഷൻ വരിക C1 into 1 1 2 plus C2 into 1 0 1 plus C3 into 2 1 3 is equal to ABC. ഇത് സോൾവ് ചെയ്തിട്ട് C1 C2 C3 കിട്ടുകയാണെങ്കിൽ സ്പാൻ ചെയ്യും, ഇല്ലെങ്കിൽ സ്പാൻ ചെയ്യില്ല. ഇക്വേഷനാക്കി മാറ്റാം. ഇക്വേഷനാക്കി മാറ്റുമ്പോൾ C1 പ്ലസ് C2 പ്ലസ് 2 C3 is equal to A. വീണ്ടും C1 പ്ലസ് 0 C2 പ്ലസ് C3 is equal to B. ലാസ്റ്റ് 2 C1 പ്ലസ് C2 പ്ലസ് C3 C3 is equal to C. ഓക്കെ അല്ലേ? ഇത് നമുക്ക് മെട്രിക്സ് ഫോമിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ്. ഇതിൻ്റെ ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതാം. സോ 1 1 2 1 0 1 2 1 3 A B C. ഇതാണ് ഓഗ്മെന്റഡ് മെട്രിക്സ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന പ്രോസസ്സ് നമ്മൾ ധാരാളം ക്ലാസ് ചെയ്താണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എപ്പോഴാണ് സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉണ്ടാവുക? വെൻ ഓഗ്മെന്റഡ് മെട്രിക്സ് ആൻഡ് കോഎഫിഷ്യന്റ് മെട്രിക്സ് ഓഫ് ദ സെയിം റാങ്ക്. അത് ഞാൻ കൂടുതൽ ഡിസ്കഷൻ ഒന്നും ഇല്ലാതെ ഞാൻ ചെയ്യാണ്. 1 1 1 2 A 1 minus 1 0 minus 1 minus 1 B minus A. Finally 2 0 2 minus 1 ഇവിടെ 4 minus 1 ഇവിടെ C minus 2A. C minus 2A. ഇത് ത്രൂട്ട് ഒരു -1 മൾട്ടിപ്ലൈ ചെയ്യാം.
സോ 1 1 2 എ ഇതിലോട്ട് ഒരു -1 നമ്മൾ ചെയ്യുമ്പോൾ സോ 0 1 1 എ മൈനസ് ബി. ഇനി നമുക്ക് ഇതും ഇതിവിടെ ആഡ് ചെയ്താൽ മതി. 0 -1 + 1 0 -1 + 1 0 ഇത് ആഡ് ചെയ്യുമ്പോൾ -2a and a -a -b + c. ക്ലിയർ? ഓഗ്മെന്റഡ് മെട്രിക്സിന്റെ റാങ്ക് നോക്കിയേ. ഓഗ്മെന്റഡ് മെട്രിക്സ് റാങ്ക് നമ്പർ ഓഫ് നോൺ സീറോ റോസ് അല്ലേ, അത് 3 ആണ്. കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ റാങ്ക് എത്രയാണ്? അത് 2 ആണ്. ശരിയല്ലേ? രണ്ട് റാങ്കും ഈക്വൽ ആകുമ്പോഴല്ലേ സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. ഇവിടെ സൊല്യൂഷൻ ഇല്ല. അപ്പോൾ നമുക്കതിന് C1 C2 C3 കണ്ടുപിടിക്കാൻ പറ്റില്ല. ക്ലിയർ? അപ്പോൾ എന്താണ് ആൻസർ? ദിസ് സെറ്റ് ഡസ് നോട്ട് സ്പാൻ R3. ഓക്കെ അല്ലേ? ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ വേറെ ചോദിക്കാം. ഫൈൻഡ് ദ കണ്ടീഷൻ ഓൺ ABC സോ ദാറ്റ് ദിസ് സെറ്റ് സ്പാൻ R3. ABC ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് ഈ സെറ്റ് R3യെ സ്പാൻ ചെയ്യാന്നുള്ള. നോക്കൂ, ഇവിടെ ഓഗ്മെന്റഡ് മെട്രിക്സിന്റെ റാങ്ക് 3 അല്ലേ, കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ റാങ്ക് എത്രയാണ്? 2 ആ വരുമ്പോഴേ. ഇനി ഈ സാധനം കൂടെ 0 ആവുകയാണെങ്കിലോ, ഈ സാധനം 0 ആവുകയാണെങ്കിലോ, ഈ സാധനം 0 ആവുകയാണെങ്കിൽ ഇവിടെ 0 വരും. അപ്പോൾ ഓഗ്മെന്റഡ് മെട്രിക്സിന്റെ റാങ്ക് 2 ആണ്, കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ റാങ്ക് എത്രയാണ്? 2 ആണ്. സോ വെൻ -a - b + c is equal to 0, S span R3. ക്ലിയർ അല്ലേ? എന്താണ് -a - b + c is equal to 0 or c is equal to എന്തായാൽ മതി? a + b ആയാൽ മതി. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് സ്പാൻ ചെയ്യും. സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ സ്പാൻ ചെയ്യില്ല. ഓക്കെ അല്ലേ?